വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ചാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവസാന ഒരു പിടയലുണ്ടല്ലോ, അതാണ് കേരളത്തിലെ BJPയുടെ നേതാക്കൾ നടത്തുന്നുള്ളത്. ഒരു മരണപ്പിടയൽ. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെടട്ടെ. ഇതാണ് കേരളത്തിലെ BJPക്കാരുടെ പുതിയ തന്ത്രമായിട്ടുള്ള ഭീഷണിയുടെ അർത്ഥം. അതായത് കഴിഞ്ഞ ദിവസമാണ് എൻ രാധാകൃഷ്ണൻ ഒരു ഭീഷണിയുമായി രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്നതായിരുന്നു ഭീഷണി. എൻ രാധാകൃഷ്ണനെ പിടിച്ച് എയറിലാക്കിയതിനു ശേഷം അത് ഭംഗിയായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ വന്നിരിക്കുകയാണ് ശ്രീ ഒട്ടകം ഗോപാലൻ, അതായത് ഒട്ടകം ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ പറയുന്നത് കേരളത്തിലെ പോലീസിനേക്കാൾ കൂടുതൽ ആളുകൾ BJPയിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഞങ്ങളെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ ഉപയോഗിച്ച് നേരിടാം എന്നുള്ളതാണ് പിണറായി ചിന്തിക്കുന്നതെങ്കിൽ പിണറായിയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പോലീസിനേക്കാൾ കൂടുതൽ BJPയുടെ പ്രവർത്തകർ ഉണ്ട് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനേക്കാൾ കൂടുതൽ BJP പ്രവർത്തകരുണ്ട് എന്നും ആ BJP പ്രവർത്തകർ ഉപയോഗിച്ച് പോലീസിനെ നേരിടും എന്നുള്ളതായിരുന്നു ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ചുരുക്കം, അതായത് പ്രസ്താവനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം എന്നർത്ഥം. പക്ഷേ ഗോപാലേട്ടന്റെ കിടിലൻ മറുപടിയാണ് സോഷ്യൽ മീഡിയ നൽകുന്നുള്ളത്. അതായത് കേരളത്തിലെ പോലീസിനേക്കാൾ കൂടുതൽ BJP പ്രവർത്തകരുണ്ടാകാം, പക്ഷേ അതിൽ എത്ര ആളുകൾ നിങ്ങളുടെ വാക്കുകേട്ട് രംഗത്ത് വരും? ഇനി വന്നാലും ഇല്ലെങ്കിലും കേരളത്തിലെ പോലീസിനേക്കാൾ കൂടുതൽ CPMകാർ ഇവിടെയുണ്ട്, കോൺഗ്രസുകാർ ഇവിടെയുണ്ട്, മുസ്ലിം ലീഗുകാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് പൊരുതി ജയിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എടപ്പാളോട്ടം നിങ്ങൾ കാണേണ്ടി വരും എന്നുള്ളതാണ് ഗോപാലേട്ടന് ഫേസ്ബുക്കിൽ CPMകാരും കോൺഗ്രസുകാരും അടങ്ങുന്ന എല്ലാ ആളുകളും താക്കീത് നൽകുന്നുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഭീഷണിയുമായി വന്ന ഒട്ടകം ഗോപാലന് കാലിടറിയിരിക്കുകയാണ്. എയറിൽ തന്നെയാണ് ഒട്ടകം ഗോപാലൻ നിലവിലുള്ളത്. മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ വന്ന ഒട്ടകം ഗോപാലന്റെ ഫേസ്ബുക്കിൽ പൊങ്കാല നടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയറിൽ നിന്ന് ഗോപാലൻ ഇതുവരെയായിട്ടും താഴെ എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.